എവിടെ നോക്കിയാലും മൊത്തത്തിൽ ഒരു ബ്ലൂ ലൈനുകൾ. എക്സ്റ്റീരിയർ ഭാഗം ഫുള്ളായിട്ട് ലൈന്, ഇൻറ്റീരിയർ ഭാഗത്തും ആ ഒരു ബ്ലൂവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മൊത്തം സീറ്റുകളായാലും അതേപോലെ ഈവൻ മാറ്റ് പോലും ആ ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈനപ്പ്. 2021 മോഡൽ നിൽക്കുന്ന RXL എന്ന ഓട്ടോമാറ്റിക് കൈഗറിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് ഈ കാണിക്കുന്നത്. MT ഗിയർ ബോക്സിൽ എന്ന വാഹനം കൈഗർ അത്യാവശ്യം നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം പ്രദാനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അത്യാവശ്യധികം ഇൻറ്റീരിയർ സ്പേസ് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് റിനോൾട്ടിൻ്റെ കൈഗർ എന്ന ഈ ഒരു വാഹനം. RXL എന്ന വീട്ടിൽ 33,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണിത്. ഡുവൽ എയർ ബാഗും ABS അതേപോലെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന 2021 മോഡൽ നിൽക്കുന്ന RXL എന്ന വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. ഇനി നേരെ എക്സ്റ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. RXL കൈഗർ ആയതുകൊണ്ട് അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ നമുക്കൊരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം അധികം യാത്രാ കംഫർട്ട് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന താരതമ്യേന മെയിൻ്റെനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കൈഗർ എന്ന വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. മേജർ ആക്സിഡൻറ്റോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,50,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ഒരു കിടിലൻ ഡസ്റ്റർ കൂടി നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. 2017 മോഡലിൽ നിൽക്കുന്ന RXS എന്ന 85 PS നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. RXS എന്ന പേരിൽ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ് വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, എയർ ബാഗ് വരുന്നു, ABS വരുന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള അത്യാവശ്യത്തിലധികം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കാൻ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു 70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. 2017 അപേക്ഷിച്ച് 70,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത ഒരു ഡോർ പാഡിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ആ ഒരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നു. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിൻ്റെയും ഗ്രേൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന ഡാഷ്ബോർഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആംബിയൻ ഫീൽ ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. 85 PS ആയതുകൊണ്ട് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഡീസൽ നമുക്ക് ഏകദേശം ഒരു 15-16 വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 6.15 ഒരു 5.50 നമുക്ക് ലോൺ സൗകര്യത്തോടു കൂടി അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ SUV സെഗ്മെൻറ്റിൽ നിൽക്കുന്ന 2 വാഹനങ്ങൾ, അത് ഒരു റിനോൾട്ടിൻ്റെ ഡസ്റ്റർ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, അതേപോലെ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന റിനോൾട്ടിൻ്റെ കൈഗർ എന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.